ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബറാത്ത് നോമ്പെല്ലാം വന്നെത്തിയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നനച്ചുപണിയെല്ലാം ചെയ്യുമല്ലോ, അതുപോലെ ബറാത്തിൻ്റെ സമയത്ത് തന്നെ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ഭാര്യ വലിച്ചിട്ട സമയത്ത് എനിക്കാണെങ്കിൽ വ്ളോഗ് എടുക്കുന്ന ഓർമ്മയില്ല. അപ്പോൾ ഞാനിപ്പോൾ പാചകത്തിൻ്റെ മാത്രം ചെയ്യുന്നതുകൊണ്ട് കൂടുതലും മറന്നു, ഇവിടെ പോയിട്ടുള്ള അങ്ങനത്തെ വ്ളോഗ് എന്തെടുക്കാനും മറന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഓർമ്മയായിട്ടാകുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇത് കർട്ടനും അത് ഇതെല്ലാം തന്നെ ആദ്യം മാറ്റിയെടുത്ത് ബെഡ്ഷീറ്റുകളെല്ലാം ഒഴിവാക്കി, പിന്നെ ഇത് സോഫയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഞാൻ എത്ര അടിച്ച് വാരി ദിവസം തുടച്ച് വൃത്തിയാക്കിയാലും എല്ലാം കൂടി വാരി വലിച്ചിടും, എവിടെന്നെങ്കിലും പൊടിയും പൊട്ടലും ഇങ്ങനെ വരും. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ കുറേ പേപ്പറും കവറെല്ലാം റംസും ആണെങ്കിൽ പിന്നെ ഇത് കുറേ ബുക്കെല്ലാം കീറിയിട്ട് പൈസ പോലെ പേപ്പറിനെല്ലാം മുറിച്ച് വെച്ചിട്ട് അങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ ഓൻ്റെ കുറേ കച്ചരി ഇതെല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കി. പിന്നെ ഞാൻ ജനലിൻ്റെ പൊടിയെല്ലാം കളയാൻ ഏറ്റവും നല്ലത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷില്ല, അതാകുമ്പോൾ എളുപ്പത്തിലാവും. നമ്മളിപ്പോൾ മാച്ചിനോടും തുണിയോടെല്ലാം ആക്കുന്നതിനേക്കാളും പിന്നെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. അതെല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്കായിട്ട് പറഞ്ഞത്, അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അതിന് ശേഷമാണ് നനഞ്ഞ തുണിയെല്ലാം വെച്ചിട്ട് ജനലും അത് ഇതിൽ തുറക്കുന്നത്. അപ്പോൾ ഞാനുണ്ട്, മോളുണ്ട്, മോനുണ്ട്. അപ്പോൾ റംസു ഇതേപോലെ എൻ്റെ സാധനങ്ങളെല്ലാം പോക്കി മോൻ്റെ കുറേ സ്റ്റിക്കർ അത് ഇതെല്ലാം മേങ്ങിയിട്ട് പിന്നെ ഇങ്ങനെയെല്ലാം കൂട്ടി വെക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം ഒഴിവാക്കുന്നുണ്ട്, അതെല്ലാം ഒഴിവാക്കുന്നുണ്ട്. അതിൽ അത് കളിക്കുന്ന ഒരു കണ്ണാടിയും കൂടി കിട്ടിയത്, അതും കണ്ണിന് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് അതെടുത്തോട്ടെ അതൊന്നും വേണ്ട, അതെല്ലാം കൊണ്ട് വേസ്റ്റിൽ കൊണ്ടിടാൻ പറഞ്ഞുകൊണ്ട് അതേപോലെ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ മക്കൾക്ക് ഇതെല്ലാം ആഗ്രഹം ഇങ്ങനെ പറയുമ്പോൾ ഞമ്മയും കൂടെ പണിയെടുക്കാന്നെല്ലാം പറയുമ്പോൾ അവർ അത് ചെയ്യാൻ വേണ്ടി സമ്മതിക്കണം. അല്ലാണ്ട് വെറുതെ അവർ പറഞ്ഞോണ്ടിരിക്കും വേണ്ട അങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്കും ഒരു ഇതാവും, എല്ലാത്തിനും ഒരു ആക്റ്റീവായിട്ട് തന്നെ വളരെ ചെയ്യും. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ടി വിയും പിന്നെ കസേര മേശ അങ്ങനെ എല്ലാം ഓരോന്ന് എടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഓനാന്ന് എടുത്തത്, തല തിരിഞ്ഞിട്ടെല്ലാം ഉണ്ട്. എന്നാലും സാരമില്ല, ഞാൻ ഇതിൻ്റെയൊക്കെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പുറം ഉണ്ടായ മേശനെ ഇപ്പുറം ഇടാൻ സോഫനെ ഇപ്പുറം ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ മൂലയിലുള്ള കച്ചറി പൊടിയെല്ലാം അടിച്ച് വാരിയിട്ട് അതിനെ അങ്ങോട്ട് ഇട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിലെ ഒന്ന് അത് ഫുള്ളായിട്ട് അതിലെ അടിച്ചും വാരി തുടച്ചിട്ട് എടുക്കുമ്പോൾ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ അവിടെ പിന്നെയും കച്ചര വരും. അങ്ങനെയാണ്. അങ്ങനെ ഓനും ഇതെല്ലാം എൻ്റെ ഒക്കെ കൂടിയിട്ട് ഇടുന്നുണ്ട്. നമ്മൾ മൂന്നാളും കൂടി തന്നെ ചെയ്ത് പിന്നെ ഞാൻ കസേരയിൽ തുടച്ചെടുത്ത് എല്ലാം ഇതാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്കെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്ന ദിവസം ഇപ്പുറമുള്ള മേശ അപ്പുറം സോഫ അപ്പുറം ഇപ്പുറമെല്ലാം ആക്കിയിട്ടില്ല വൃത്തിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഒന്ന് കാണാനൊരു പ്രത്യേക രസമാണ്. അങ്ങനെ ഞാൻ പിന്നെ റൂമിലേക്ക് പോയി കട്ടിൽ പിരിച്ചതും ബെഡ്ഷീറ്റെല്ലാം എടുത്ത് മാറ്റി. ആ റൂമിലത്തെ മാത്രം കർട്ടൻ എടുത്ത് മാറ്റുന്നില്ല, ഞാൻ 2 ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടതുകൊണ്ട് അത് മാറ്റിയിട്ട് പിന്നെ കട്ടിലിന് ഇപ്പുറത്തെ സൈഡിട്ട് കപ്പാട്ടിന് അപ്പുറത്തെ സൈഡിട്ട് അങ്ങനെയെല്ലാം ആക്കിയിട്ട് വെച്ച് തുടച്ചിട്ടില്ല. മുന്നേ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഒരു പ്രാന്തേനു, ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അപ്പുറം ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് ഷോളർ പെയിനെല്ലാം ആയതുകൊണ്ട് ഇപ്പം അധികമൊന്നും അങ്ങനെ ആക്കലില്ല. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടിയിട്ട് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കി വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ചെയ്യുന്ന പണി തന്നെ ഇരിക്കും. അപ്പോൾ അപ്പുറമുള്ളത് ഇപ്പുറമുള്ളതെല്ലാം ആക്കിയിട്ട് നമുക്ക് ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണുമ്പോൾ ഒരു സമാധാനം, ഒരു മനസ്സിനൊരു തൃപ്തി തന്നെയല്ല. അങ്ങനെയുള്ളവരുണ്ടാവും കുറേ, എന്നെ പോലെ തന്നെ. അങ്ങനെ അപ്പുറത്തെ റൂമെല്ലാം വൃത്തിയാക്കണം. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഫുള്ള് അടിച്ച് വാരി എല്ലാം തുറക്കുന്നത്. അപ്പോൾ കുറേ എല്ലാത്തിൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയാൽ ലെങ്താവും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിലും ഇത് രാവിലെ മുതൽ രാത്രി വരെ എടുത്ത പണിയാണ് ഇതെല്ലാം കൂടിയിട്ട്. പിന്നെ വേസ്റ്റ് എല്ലാം കൂടി കത്തിച്ച് എന്നിട്ട് എല്ലാ റൂമും പിന്നെ എല്ലാം കിച്ചണൊന്നും ഫുള്ള് ക്ലീൻ ആക്കുന്നതൊന്നും ഞാൻ അധികം എടുത്തിട്ടാണ്, കുറേ സമയമാവും. പിന്നെ വീഡിയോയും കൂടി എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് കുറേ സമയം വേണ്ടി വരും. ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് അങ്ങനെ കുറേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കിച്ചണെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൃത്തിയെല്ലാം ആക്കിയിട്ടാൽ വേണ്ടിയില്ല, എന്ത് സമാധാനമായി. അങ്ങനെ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടോക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.